നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. KT ജലീലിന് പരോക്ഷ വിമർശനവുമായി സമസ്ത. ദാറുൽ വൈസ് ചാൻസലറും സമസ്ത മുഷാവറ അംഗവുമായ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയാണ് പരോക്ഷ വിമർശനം നടത്തിയത്. മുസ്ലിങ്ങളുടെ ഐക്യം തകർക്കാൻ ചിലർ ചട്ടം കെട്ടി രംഗത്തിറങ്ങിയിട്ടുണ്ടെന്നും ഗാന്ധിജിയെയും പിണറായിയെയും AKജിയെയും സ്വർഗത്തിൽ കയറ്റാൻ ശ്രമിക്കുന്നവരുടെ നേതൃത്വത്തിലാണ് ഈ ശ്രമം ഉള്ളതെന്നും അവരാരും ഇങ്ങനെ ഒരു സ്വർഗം വിശ്വസിക്കുന്നില്ലെന്നും പൈതൃക സമ്മേളനം എന്ന പേരിൽ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ സമസ്തയിലെ ലീഗ് അനുകൂലികൾ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി പറഞ്ഞു. നിലവിൽ നടക്കുന്നത് ഭിന്നിപ്പിന്റെ ശ്രമമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം ഇപ്പോഴത്തെ സമസ്തയിലെ ലീഗ് വിരുദ്ധർക്ക് മറുപടി എന്നോണം മുൻകാല സമസ്ത നേതാക്കൾ മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിച്ച ചരിത്രത്തെക്കുറിച്ചും ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി അനുസ്മരിച്ചു. ലീഗുകാർ പണ്ടുമുതലേ സമസ്തയിൽ ഉള്ളവരാണെന്നും ലീഗ് ആയതുകൊണ്ട് സമസ്തയിൽ നിന്നും മാറ്റി നിർത്താനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിന്നെ ലീഗുകാരാണ് ഇതിലുള്ളതെന്നാണ് ഒരാരോപണം. പണ്ട് മുതലേ ഉള്ളതാണല്ലോ. ലീഗുകാർ പണ്ട് മുതലേ സമസ്തയിലുള്ളവരാണ്. ലീഗായതുകൊണ്ട് പോലെ സമസ്തയിൽ നിന്ന് മാറ്റി നിർത്തുക. സമസ്ത കേരള മുസ്ലിമീങ്ങളുടെ സർവതോമുഖമായ ഉത്കർഷത്തിനുള്ള സംഘടനയാണ്. മുസ്ലിമീങ്ങൾ മുസ്ലിം ലീഗിലൊക്കെ മുസ്ലിം അംഗമുണ്ടാകുക, അവർ സമസ്തൻ്റെ കൂടെ ഉണ്ട്. പണ്ട് മുതലേ ഉള്ളതാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, മർഹൂം പാണക്കാട് പൂക്കോയ തങ്ങൾ, ചാപ്പരങ്ങാടി ബാപ്പ മുസ്ലിയാർ കോഴിക്കോട്ടെ മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പുള്ള ദ്വാ നിർവഹിച്ചത് ചാപ്പരങ്ങാടി ബാപ്പ മുസ്ലിയാരാണ്. പവിത്രനായിരുന്ന അത്തിപ്പറ്റ ഉസ്താദ് മുസ്ലിം ലീഗിന് വേണ്ടി ശക്തമായി ശബ്ദിച്ചിരുന്ന ആളാണ്. ആളുകളോടെ പറയുള്ളൂ, മുമ്പിൽ പ്രസംഗിക്കലില്ലാന്ന് മാത്രമേ ഉള്ളൂ. KV മുഹമ്മദ് മുസ്ലിയാരും KC ജമാലുദ്ദീൻ മുസ്ലിയാരും വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരായിരുന്നു. സമസ്തയിൽ വളരെ ഉന്നതമായ ശ്രേണിയിലുള്ളവരായിരുന്നു. അവർ മുസ്ലിം ലീഗുകാരായിരുന്നു. പരസ്യമായി പ്രസംഗിച്ചിരുന്നവരാണ് ലീഗിന് വേണ്ടി. മുസ്ലിമീങ്ങളുടെ ഈ ഐക്യം തകർക്കാൻ ഇവിടെ ചിലർ ചട്ടം കെട്ടി ഏർപ്പാടുകൾ സംവിധാനിച്ച് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഗാന്ധിജിയെയും പിണറായിയെയും മറ്റു പലരെയും സ്വർഗത്തിൽ കടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിലാണ് ഇവരുടെ ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ഗാന്ധിജി ഇങ്ങനെ ഒരു സ്വർഗത്തിൽ വിശ്വസിക്കണില്ല. പിണറായി ഇങ്ങനെ ഒരു സ്വർഗത്തിൽ എന്നാലും നിങ്ങൾ വരിയെന്ന് പറഞ്ഞാൽ ബലം കൂട്ടുകയാണ്. AKജി ഇങ്ങനെ സ്വർഗത്തിൽ വിശ്വസിക്കണില്ലല്ലോ. റിദ്വാൻ അലൈഹിസ്സലാം എന്ന മലക്ക് കാവൽ നിൽക്കുന്ന ഒരു പ്രത്യേക സ്വർഗം, അതാണ് മുസ്ലിമീങ്ങളുടെ സ്വർഗം. ഈ പറഞ്ഞ ആൾക്കാരൊന്നും അതിൽ വിശ്വസിക്കണില്ല. അപ്പൊ മുസ്ലിമീങ്ങളെ ഛിദ്രിപ്പിക്കുവാൻ, ഭിന്നിപ്പിക്കുവാൻ, രണ്ട് ചേരികളിലാക്കി തീർക്കുവാൻ അതിവിദഗ്ധമായ ബുദ്ധിപൂർവം ആവിഷ്കൃതമായ സംവിധാനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. സർവ്വതിന്മയിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. പാണക്കാട് തങ്ങൾ അധ്യക്ഷനായ പട്ടിക്കാട് ജാമിയ നൂരിയക്കെതിരെ സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ പ്രതിഷേധ സംഗമം നടന്നിരുന്നു. ഇതിനെ പിന്തുണച്ച് KT ജലീൽ രംഗത്ത് വരികയും ചെയ്തു. പിന്നാലെ പൈതൃക സമ്മേളനം എന്ന പേരിൽ ലീഗ് അനുകൂലർ ജാമ്യയിൽ സംഘടിപ്പിച്ച മറുപടി സമ്മേളനത്തിലാണ് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി KT ജലീലിനെ പരോക്ഷമായി വിമർശിച്ചത്. വൻ ജനപങ്കാളിത്തമായിരുന്നു സമ്മേളന നഗരിയിൽ. സമസ്ത നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ, നാസർ ഫൈസി കൂടത്തായി തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ജാമ്യയിൽ നിന്ന് അധ്യാപകനായ മുഷാവറ അംഗം അസ്ഗർ അലി ഫൈസിയെ പുറത്താക്കിയതാണ് പുതിയ പ്രശ്നം. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.